ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ നമ്മുടെ മുടി നല്ല രീതിയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. ആഴ്ചയിൽ വെറും 2 ദിവസം ഉപയോഗിച്ചാൽ മാത്രം മതി. നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇത്. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തലമുടി നരയ്ക്കുന്നത് അങ്ങനെ തന്നെ നിലനിർത്തുന്നവരും പല നിറം നൽകുന്നവരും ഒക്കെ നമ്മളുടെ ഇടയിലുണ്ട് അല്ലേ. മുടി വെളുക്കുന്നത് അതേപടി നിലനിർത്തുന്നതും അതിന് നിറം കൊടുക്കുന്നതും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. എന്നാൽ മുടിക്ക് നിറം കൊടുക്കാൻ തീരുമാനിക്കുന്നവർ അത് എത്ര മെനക്കേടുള്ള പണിയാണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. പ്രകൃതിദത്തം എന്ന് പറഞ്ഞിറക്കുന്ന പല ഡൈകളും നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. മുടി കൊഴിച്ചിൽ മാത്രമല്ല, മുടി നേർത്തു പോകുന്ന അവസ്ഥയും ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ ചില ആൾക്കാർ കളർ ചെയ്യാറുണ്ട് നമ്മുടെ മുടിയിൽ. അങ്ങനെ മുടി കളർ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റി കയറുന്ന അവസ്ഥ, അതുപോലെ തന്നെ അലർജി പ്രോബ്ലംസ് ഒക്കെ പല ആൾക്കാർക്കും വരാറുണ്ട്. അതുകൊണ്ട് മുടിക്ക് നിറം കൊടുക്കണം എന്ന് വിചാരിക്കുന്നവർ പോലും ഈ ഒരു ഭയം കാരണം മുടിക്ക് നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് മടിക്കും. അതുപോലെ തന്നെ മുടി നരച്ചു പോയി അല്ലെങ്കിൽ നരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു ആദി വേറെയും അതിൻ്റെ പുറകെ വരും. നമ്മുടെ കട്ടൻ ചായയും അതുപോലെ തന്നെ കടും കാപ്പിയും കൊണ്ട് തല കഴുകിയാൽ നമ്മുടെ മുടിയുടെ ഫോളിക്കിളുകളെ അത് ഉത്തേജിപ്പിച്ചിട്ട് നമ്മുടെ തലമുടിയുടെ വളർച്ചയെ അത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. ഇതുകൂടാതെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കാനും ഈ 2 സാധനം സഹായിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ തലമുടി ഷാമ്പു ചെയ്യുന്നതിനോടൊപ്പം ഈ 2 സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ കട്ടൻ ചായയും കടുകാപ്പിയും ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 2 സാധനങ്ങളാണ്. അതായത് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ കുറയാനും മുടി നല്ല രീതിയിൽ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന 2 ട്രെൻഡിങ് ഐറ്റമാണ് ഈ പറയുന്നത്. എന്നിരുന്നാലും തലയിലേക്ക് ചായയും കാപ്പിയൊക്കെ എടുത്ത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അലർജി പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലേ നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട്, അതായത് തേയില വെള്ളമോ അല്ലെങ്കിൽ കാപ്പി വെള്ളം എടുത്തതിന് ശേഷം മുടിയുടെ നമ്മൾ ആരും കാണാത്ത ഭാഗത്ത്, ബാക്കിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു അളവിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ബാക്കി ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം അലർജിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ കട്ടൻ ചായ എന്ന് പറയുന്നത് മുടിയിഴകൾക്ക് ശക്തിയും അതുപോലെ തന്നെ തിളക്കവും നമ്മുടെ സ്കാൽപ്പിനൊരു കുളിർമയും നൽകും കേട്ടോ. 3 അല്ലെങ്കിൽ ഒരു 4 ടീ ബാഗുകൾ 1 കപ്പ് ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ തേയില, അതായത് ഈ ടീ ബാഗിലെ എല്ലാ പോഷകങ്ങളും ആ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും. അതിനുശേഷം നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ ഒരു 3-4 ടീസ്പൂണ് നമ്മൾ തേയിലപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളം അരിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഷാമ്പു വാഷ് ചെയ്ത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, ഷാമ്പു വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടീഷണർ മസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് ഒന്നേ നമുക്ക് തല അല്ലാതെ കഴുകാം, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഇനി കാപ്പി ഇട്ടാൽ, അതായത് കാപ്പി ഇട്ട് നമ്മൾ തലമുടി കഴുകി കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കാപ്പി വെള്ളം കൊണ്ട് തല കഴുകുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിച്ച് മുടിയിഴകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. 2 വേയിൽ നമുക്കിത് ചെയ്യാം. കുറച്ച് ഷാമ്പു എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം ആ ഷാമ്പു ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം തല കഴുകുക. അല്ല എങ്കിൽ നേരത്തെ നമ്മൾ തേയില ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ ഈ കാപ്പിപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് അരിച്ച് അത് തണുത്തതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷാമ്പു വാഷ് ചെയ്ത മുടിയിലേക്കാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. ഇതെല്ലാം ശ്രദ്ധിക്കുക, കണ്ടീഷണർ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം നമ്മളിതിൽ ഷാമ്പു ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് കണ്ടീഷണർ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് 2ൻ്റെയും ഗുണം കൊണ്ട്, അതായത് ഇതിൻ്റെ 2ലെ ഒരു കറയുണ്ടല്ലോ, ആ കറ കാരണം നമ്മുടെ മുടി കറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പക്ഷേ ഒറ്റ വാഷിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. അതായത് ഒറ്റ വാഷിൽ തന്നെ അത്ഭുതകരമായ മാറ്റവും നമ്മളിതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. തുടർച്ചയായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നമ്മളിത് കുറഞ്ഞത് ഉപയോഗിച്ചിരിക്കണം. ഒന്നേ തേയില വെള്ളം അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഉപയോഗിച്ചിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നത് ഒരു പരിധി വരെ നമുക്ക് മുടിയെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് അധികം ചിലവില്ലാത്ത കാര്യമാണ്. നമ്മൾ വീട്ടിൽ കുടിക്കാനെടുക്കുന്ന കാപ്പിയിൽ തന്നെ ആദ്യം കട്ടൻ കുറച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളിടത്ത് കുടിക്കാൻ മാറ്റിയതിന് ശേഷം നമുക്ക് തലയിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇട്ടതിന് ശേഷം കുറച്ച് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.